സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളൊരു നീണ്ട യാത്രയ്ക്കാണ് ഗൈസ് പോകുന്നത്. എറണാകുളം പിന്നെ തൃശ്ശൂർ ഒരു വലിയൊരു യാത്ര ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വന്ദേ മാതരം അവിടെ കണ്ടു, സോറി ഗൈസ്, വന്ദേ ഭാരത് അവിടെ കണ്ടു. അങ്ങനെ നമ്മൾ ട്രെയിൻ വേണ്ടി വെയിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിനി എറണാകുളം പോകാവേ. അങ്ങനെ നേരെ ഉരുട്ടിക്കൊണ്ടു ഗൈസ്. നമ്മൾ രാത്രി നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു ഗൈസ്, വിശന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എടുക്കാനും മറന്നു, എന്തെങ്കിലും വാങ്ങിക്കാനും മറന്നു. അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയപ്പോഴത്തേക്ക് ചാച്ച് നമുക്ക് ബിരിയാണി വാങ്ങിച്ചു തന്നു ഗൈസ്. ബിരിയാണി അങ്ങനെ നമുക്ക് ബിരിയാണി കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ എറണാകുളത്ത് എത്തി ഗൈസ്. ഏകദേശം 3:30 ആയപ്പോഴാണ് ഗൈസ് നമ്മൾ എറണാകുളത്ത് എത്തിയത്. അങ്ങനെ നമ്മൾ നേരെ നടന്ന് ഗൈസ് പുറത്തോട് നടന്ന് ഇറങ്ങി ഒരു ചായയും കുടിച്ച് ഗൈസ്. കാലിച്ചായ കുടിച്ച് ആഹാ എന്നാ സ്വാദ് ഗൈസ്. ഈ ട്രെയിനിൻ്റെ അകത്ത് ചായ കുടിച്ചു ഗൈസ്, 2-3 ചായ കുടിച്ചു. വേറെ വാളിപ്പ് ചായ, എൻ്റെ അമ്മോ. അങ്ങനെ എറണാകുളം ജംഗ്ഷനാണ് ഗൈസ് ഇപ്പോൾ എത്തിയത്. നമ്മളങ്ങനെ സൗത്ത് ഓക്കെ ഒരു ചായയും കുടിച്ച് ഇപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഏകദേശം 4 മണിക്ക് വെയിറ്റ് ആക്കിക്കൊണ്ടിരുന്ന ബസ് ഗൈസ് നമ്മളിപ്പോൾ നേരെ വെളുത്ത് ബസ് കിട്ടില്ല. പിന്നെ 7:15 ബസ് കിട്ടിയത്. നമ്മൾ പിറവത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് പിറവത്തോട്ടുള്ള ബസ് കിട്ടി. 7:15 ബസ് കിട്ടി. അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയമായ എറണാകുളം എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ വൈറ്റില ബസ് സ്റ്റാൻഡ് കേസ്. വൈറ്റില ബസ് സ്റ്റാൻഡ് എത്തി നമ്മളങ്ങനെ പൊയ്ക്കൊണ്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. നമ്മളിത് ഇപ്പോൾ എത്തിയത് ചോറ്റാനിക്കര കേസ്. ചോറ്റാനിക്കര എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ചോറ്റാനിക്കര ഭഗവതി സിനിമയെ പറഞ്ഞു ആ സ്ഥലത്തെത്തി കേസ്. അങ്ങനെ നമ്മൾ പിന്നെയും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി കേസ്. നമ്മുടെ ഒരു ചാച്ചൻ്റെ വീടാണ് കേസ്. ചാച്ചൻ്റെ വീട് പോയി ചാച്ചൻ്റെ അവിടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നമ്മുടെ ചാച്ചനെ കണ്ട് ചാച്ചനും കഴിയാതെ കടപ്പിലായിരുന്നു കേസ്. അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ മൽബറിയൊക്കെ ഉണ്ടായിരുന്നു കേസ്. ഒത്തിരി പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്നും നോക്കില്ല, അതങ്ങ് ഫുൾ അങ്ങ് അടിച്ച് തീർത്ത്. നമുക്കതൊന്നും കിട്ടത്തില്ല. ഇവിടെ മൽബറി ഒന്നും അങ്ങനെ കുറവായിരുന്നു നമ്മുടെ അവിടെയൊക്കെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഫുള്ള് കഴിച്ചങ്ങ് തീർത്ത്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ എത്തിക്കുന്നത് നമ്മുടെ എൻ്റെ മമ്മിയും വല്യമ്മയും അവരുടെ ചേട്ടൻ അനിയന്മാരൊക്കെ അടിച്ച് കളിച്ച് ഫുള്ള് ഓടി നടന്ന സ്ഥലമാണ് ഗൈസ്. ഫുള്ള് തോട്ടിലൊക്കെ കുളിച്ചും ചാടി മറഞ്ഞ സ്ഥലമാണ് ഗൈസ് ഇത്. അങ്ങനെ അതിലേക്കൂടെ പോകുമ്പോൾ ഇതിലെ പണ്ട് നമ്മൾ മമ്മിയൊക്കെ ഇതൊക്കെ കളിച്ചുകൊണ്ടിരുന്ന തോട്ടങ്ങളാണ് ഗൈസ്. ഫുൾ ഓട്ടം മത്സരം എന്താണ്ടൊക്കെ കളിച്ച സ്ഥലങ്ങളാണ് ഗൈസ്. അതിലേക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചുറ്റുപാടത്തെല്ലാം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ തന്നെ വീടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മമ്മിയുടെ അവരുടെ അയൽവക്ക വീട്ടിലൊക്കെ പോയി അവരുടെ എല്ലാവരെയും കുശല അന്വേഷണമൊക്കെ. അങ്ങനെ നമ്മൾ ഓരോ വീടുകളും ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ദേ ഗൈസ് ആ കാണുന്നത് എൻ്റെ നമ്മുടെ ചാച്ചൻ്റെ കൊക്കോള ഫാക്ടറിയാണ് ഗൈസ് പണ്ടത്തെ കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ചെറുപ്പത്തെ മമ്മീനെയും എല്ലാവരെയും പഠിപ്പിച്ച സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ സാറിൻ്റെ വീട്ടിൽ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. സാറിനിപ്പോൾ പ്രായമായി പെൻഷനൊക്കെ ആയി ഗൈസ്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വീട്ടിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവരെ കണ്ട് ഭയങ്കര ഖുഷിയായി ഗൈസ്, സന്തോഷം. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോയി ഗൈസ്. ചാച്ചൻ്റെ ചേച്ചിയുടെ 40 ഗൈസ്. അങ്ങനെ നമ്മൾ കുർബാനയൊക്കെ കൂടി അവിടെ കളറിൽ ധൂപമൊക്കെ വെക്കാനുള്ള ഗൈസ്. ധൂപമൊക്കെ വെച്ചു. അങ്ങനെ ഒരു പണം വെക്കുന്ന സംഭവമൊക്കെ അതൊക്കെ വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ കൂടുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെല്ലാ വീട്ടിലൊക്കെ പോയി നല്ല സന്തോഷം. ഇവിടെ ഒരു കാന്താരി ഉണ്ട് ഗൈസ്. ഇവിടെ ആദ്യം ഒന്നും അടുക്കത്തില്ലായിരുന്നു ഗൈസ്. നമ്മളോട് ആദ്യം ഒന്നും മിണ്ടത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ആദ്യം അങ്ങ് അടുത്ത് നല്ലതായിട്ട് സംസാരിക്കുകയോ നല്ല ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയോ കളിക്കുകയോ എന്താണൊക്കെ പിന്നെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങി ഗൈസ്. വെടിവെച്ച് കളിക്കാൻ ചാവുക ദൈവമേ, ഞാൻ ചത്തേത്തും അടുത്ത് അങ്ങനെ കളിച്ച് നല്ല രസമായിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് അവളോട് വിട്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, അവൾക്കും വിഷമമായി, ഞാനും പിന്നെ അങ്ങനെ നല്ലൊരു കൂട്ടായിരുന്നു. അങ്ങനെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ചാച്ചൻ്റെ അനിയനും ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഗൈസ് സ്കൂട്ടിക്കാച്ച് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ അരിക്കൽ ഫോൾസ് അവിടെ ഒരു വലിയൊരു ഫോൾസ് വെള്ളച്ചാട്ടം ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാച്ച അതിൻ്റെ പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞത് കാണാത്ത പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരൊക്കെ പോയി ഗൈസ്. അവരൊക്കെ വേറെ കാരണത്ത് പോയി. ഞങ്ങൾ സ്കൂട്ടിക്കാച്ച് വരുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോൾ അതൊന്ന് കാണാനും പറ്റും. നല്ലൊരു അടിപൊളി സ്ഥലം ഗൈസ്. ഒത്തിരി പേര് വരുന്നുണ്ട്. ഇത് മഴക്കാലത്ത് മാത്രമേ ഗൈസ് മഴക്കാലത്ത് മാത്രമേ ഇത് വരുത്തുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും ഇല്ല. നമ്മുടെ ഒരു രസം, നല്ല രസമാണ്. എല്ലാവരും കുളിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ തോർത്തെടുത്തോണ്ട് വരാറുണ്ട് കുളിക്കാറെന്നൊക്കെ ചാച്ചൻ പറഞ്ഞത്. ഒരു രസമായിരുന്നു, കുളിക്കായിരുന്നു. എന്തായാലും അടിപൊളി. ഇവിടെ എന്തായാലൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെ നമ്മൾ പോയത് മമ്മിയുടെയൊക്കെ കൊച്ചമ്മയുടെ വീട്ടിലായിരുന്നു, അമ്മയുടെ അരിയത്തൊരു വീട്ടിൽ. അവിടെ നമ്മുടെ ചാച്ചനും ഞാനൊക്കെ ആയിട്ട് നല്ല ഒത്തിരി നേരം ഫുട്ബോൾ കളിച്ചു ഗൈസ്. എൻ്റെ നല്ല രസം. ചാച്ചൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, ഞാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വന്ന വഴി അത് തന്നെ കളിച്ചോണ്ടിരുന്ന ഒത്തിരി കളി കളിച്ചു. പക്ഷേ ചാച്ചനായിരുന്നു ഗൈസ് ജയിച്ചത്. നമുക്ക് കളിച്ചു വലിയ പരിചയമൊന്നുമില്ല. ചാച്ചൻ നല്ല എക്സ്പേർട്ടായിരുന്നു ഗൈസ്.
അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളിത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അങ്ങനെ അവിടെ നമ്മൾ 2 ദിവസം ഉണ്ടായിരുന്നു കേസ്. അവിടെ നല്ലപോലെ എൻജോയ് ചെയ്തു. അവിടെ ഒത്തിരി സ്ഥലത്തോട്ടൊക്കെ നമ്മൾ പോയായിരുന്നു. പിറം പള്ളി, പിന്നെ നമ്മളവിടെ സിനിമ കാണാൻ പോയി. പിന്നെ നമ്മൾ ഇവിടെ അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു കേസ്. ബൈക്ക് എടുത്തുകൊണ്ട് അവിടെ സ്റ്റാർട്ട് ആവത്തില്ലായിരുന്നു. അവിടെ ഓടിക്കാനായിരുന്നു. അങ്ങനെ ഞാൻ ചാച്ചനും അവിടെ ഇങ്ങനെ അടുത്തൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബൈക്കൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ നമ്മൾ ഇപ്പോൾ പിറമ്പള്ളി എത്തി കേസ്. അങ്ങനെ പിറമ്പള്ളി എൻ്റെ അമ്മോ നല്ല അടിപൊളി വലിയ പള്ളി കേസ്. ഒത്തിരി ചരിത്രമുള്ള പള്ളിയാണ് കേസ്. 3 രാജാക്കന്മാരുടെ പള്ളിയാണ്. അങ്ങനെ ഒത്തിരി ചരിത്രം ഉള്ള പള്ളിയാണ് കേസ്. അങ്ങനെ നമ്മൾ ഒത്തിരി കാണാണ്ട് കേസ്. അവിടെ ഇങ്ങനെ ഓരോരോ ആൾക്കാർ വന്നും പൊയ്ക്കൊണ്ടൊക്കെ ഇരിക്കും കേസ്. അവിടെ ഇങ്ങനെ ഓരോരോ ഐതിഹ്യങ്ങളും അവിടുത്തെ ഓരോരോ ഇത് കേൾക്കും നമുക്ക് തന്നെ ഞെട്ടിപ്പോകും കേസ്. ഇവിടെ വന്ന് എല്ലാവരും തിരികച്ച് പ്രാർത്ഥിക്കും കേസ്. അതിൻ്റെ പുറകെ ഉണ്ട് നമുക്കൊരു വലിയൊരു പുഴ അതിലേക്കൂടെ പോകുന്നതാണ്. ഈ തൊട്ട് താഴേക്കട തൊട്ട് താഴേക്കാണ് ഇതിലേക്ക് പോകുന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു. ഇത് പഴയ ഇവരുടെ ഈ പള്ളികളുടെ ശവക്കോട്ടയായിരുന്നു കേസ്. ഇങ്ങനെ ഇതാക്കുന്നു. പിന്നെ പുതിയ സെല്ലൊക്കെ പണിത് 10-400ഓളം സെല്ലുകൾ കേസ് ഇപ്പോൾ പുതിയതായിട്ട്. കാരണം അവിടെ 10-4000 ഇടവക്കാരുണ്ട് കേസ്. അതിനാണ് ഈ 400 സെല്ലുകൾ. പിന്നെ നമ്മൾ അവിടെ പഴയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേസ്. എന്തൊക്കെയോ രഥം പോലത്തെ സാധനങ്ങളും പിന്നെ പണ്ട് മരിക്കുമ്പോൾ ഇങ്ങനെ ശവം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം കണ്ടു കഴിയും. പിന്നെ നമ്മൾ പള്ളിയുടെ ഉൾഭാഗത്തോട്ട് പോയി കേസ്. ഉള്ളിൽ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു രസമുണ്ട് കേസ്. നമ്മളവിടെ പോയി പ്രാർത്ഥിച്ചു. നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അതിൻ്റെ അകത്ത് പോകുമ്പോൾ തന്നെ. പിന്നെ ഈ പള്ളിയുടെ ഒരു പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ ഓരോ ഭിത്തികൾ കണ്ടോ കേസ്. എൻ്റെ ദൈവമേ, ഒരു സാധാരണ ഇതൊക്കെ ഓരോ കല്ല് വെച്ചാണ്. ഇത് പടവണ്ടാരം ഭിത്തികളാണ് കൈസ്. എൻ്റെ അമ്മോ, ഒരു ഡോറിൽ നിന്ന് കണ്ടില്ല കൈസ്. ഇത്രയും വണ്ണത്തിലാണ്, 4-5 കല്ലിൻ്റെ വണ്ണത്തിലാണ് കൈസ് ഭിത്തി. അത് എന്നെ ഇങ്ങനെ ആക്കേക്കുന്നതെന്ന് അറിയത്തില്ല. അതൊരു പ്രത്യേകതയാണ് ഗൈസ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ പള്ളിയൊക്കെ കണ്ട് ഗൈസ് നമ്മൾ പിന്നെ തിയേറ്ററിലോട്ട് പോയി ഗൈസ് സിനിമ കാണാനായിട്ട്. ഏതാ ലിറ്റിൽ ഹാർട്ട്സ്. തലവനാണ് ഗൈസ്. നോക്കി തലവൻ നമ്മളൊക്കെ ഇപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു. ആൾക്കാരൊക്കെ കുറവായി കാരണം നമ്മൾ ലിറ്റിൽ ഹാർട്ട്സ് കണ്ട് ഗൈസ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത സിനിമ ഗൈസ്. നല്ല സിനിമ, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റൊക്കെ ഒന്ന് രസിക്കാനും ഒന്ന് ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സിനിമയാണ് ഗൈസ്. പക്ഷേ ചാച്ചനും വിലമിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയി. വേറൊരു ചാച്ചൻ്റെ വീട്ടിൽ പോയി ഗൈസ്. അവിടെ നമ്മൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് ഓരോരോ വീട്ടിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു താറാവിനെ കണ്ടത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ, ഇത് താറാവാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു താറാവന്നെയാണെന്ന്. ആക്ച്വലി ഇത് താറാവന്നെയായിരുന്നു. പിന്നെ അങ്ങനെ രാത്രി 8 മണിയായപ്പോൾ ഗൈസ് അവിടുത്തെ കസിനും ഞാനിവിടെ അവിടെ ടർഫിൽ പോയി ക്രിക്കറ്റ് കളിച്ചു ഗൈസ്. നല്ലൊരു അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാവരുടെ ക്രിക്കറ്റൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ എറണാകുളത്ത് നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ട്രെയിൻ കയറി നമ്മൾ തൃശ്ശൂർക്ക് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ തൃശ്ശൂരിലെത്തി ഗൈസ്. തൃശ്ശൂർ ഓട്ടം വിളിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത് ഗൈസ്. തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം ഗൈസ്. തൃശ്ശൂർ പൂരം ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം. അവിടെ 2 ആനയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കണ്ടു. നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ അമ്മച്ചിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അവിടെ നല്ല റേഡിയോ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല വർക്കാവുന്ന റേഡിയോ, ഇപ്പോഴും സൗണ്ടൊക്കെ ഇട്ട് നല്ല കണ്ടീഷനായിട്ട് വർക്കാവുന്ന റേഡിയോ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. അങ്ങനെ എന്തായാലും അതും ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റി. പിന്നെ ഗൈസ് നമ്മുടെ അമ്മച്ച വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗൈസ് നമ്മുടെ കസ്തൂരിമാൻ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നതേ ഈ പാലത്താണ് ഗൈസ്. കുഞ്ചാക്കോ ഇരിക്കുന്ന മിണ്ടുന്നതും പിന്നെ ആ ലാസ്റ്റ് ഫൈറ്റിംഗ് സീനൊക്കെ ഇതേ ആ പഴയ ഇത് പുതിയ പാലാണ് ഗൈസ്. അത് പഴയ പാലത്താണ് ഗൈസ് നടക്കുന്നത്. ഇതൊക്കെ വന്നപ്പം ആ ഒരു സിനിമ നടന്ന സ്ഥലമാണല്ലോ എന്നൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷം. ഈ ഒരു വീട്ടിലാണ് ഗൈസ് അതായത്. ആ വീട്ടിലായിരുന്നു ഇതായത്. ഇപ്പം ഇതെല്ലാം ഇതായി. പിന്നെ ഇതേ ആ ചേട്ടനായിരുന്നു ഇതിൻ്റെ ഓണർ. ഞങ്ങൾ ആദ്യമേ ഇവിടെ പുല്ല് എത്തുമായിരുന്നു. പിന്നെ അവിടെ പോയി മിണ്ടി പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ വീടാ അതെന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ മിണ്ടി സിനിമയെക്കുറിച്ചൊക്കെ മിണ്ടി. നല്ല രസമായിരുന്നു. അങ്ങനെ തൃശ്ശൂരിലും എല്ലാം ഒത്തിരി വീടുകളുണ്ടായിരുന്നു. ആ വീടെല്ലാം കയറി നല്ല രസമായിരുന്നു ഗൈസ്. അങ്ങനെ 8 ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് ഗൈസ്. മടുത്തായിരുന്നു. ഒക്കെ 8 ദിവസം കഴിഞ്ഞാണ് നമ്മൾ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണുന്നതിന് വരെ ബൈ.